മനുഷ്യജീവിതം ദൈവത്തിൻ്റെ ഒരു വലിയ ഗിഫ്റ്റാണ്. അതൊരിക്കൽ മാത്രം വന്നു ചേരുന്ന ഒരു മഹാഭാഗ്യം. അവിടെ നാം ഒരുപാട് പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കേണ്ടി വരും. മഹാഭാരത യുദ്ധത്തിൽ അർജുനന്റെ തേരാളിയായ കൃഷ്ണനെ പോലെ സമർത്ഥമായി തേര് തെളിയിച്ചാൽ ജീവിതമാകുന്ന യുദ്ധത്തിൽ നമുക്ക് വിജയശ്രീലാളിതനായി മുന്നേറാം. ദൈവത്തോട് നിന്റെ പരാതികളൊക്കെ പറഞ്ഞു കഴിഞ്ഞോ? പരാതിയല്ല, പ്രാർത്ഥനയാ. നിനക്ക് ഈ ക്ഷേത്രത്തിനെ കുറിച്ച് അറിയാഞ്ഞിട്ടാ. എന്തായാലും നീ പറ, ഞങ്ങളും ഒന്ന് അറിയട്ടെ. വിശ്വാസമില്ലാത്തവരോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്തിനാ? എന്നാലും പറ പ്ലീസ്, ഒരു ക്യൂരിയോസിറ്റി. ക്യൂരിയോസിറ്റി. 1000 വർഷം പഴക്കമുള്ള ക്ഷേത്രം ഇത്. ഇവിടുത്തെ ഭഗവാനെ പ്രാർത്ഥിച്ച നടക്കാത്ത കാര്യം നടക്കുന്ന പറയുന്നേ. നീ ശരിക്കും ഒരു പഴഞ്ചനാ. നീ ഇപ്പൊ എന്താ പ്രാർത്ഥിച്ചേ? അത് നടക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളും ദൈവത്തെ വിശ്വസിക്കാം. നിങ്ങൾ വിശ്വസിക്കണ്ട. ആ ബാഗ് എടുത്തോ. ഹായ് ഗൗതം, നല്ല പ്ലഷറിലാണ്. മൈ ഗോഡ്, എന്തായാലും ചെലവ് വേണം. എന്നാ പിന്നെ മാഷോട് പറഞ്ഞോ? ഓക്കെ, ഞാൻ ഉടനെ എത്താം. ബൈഡാ. ആരാ? ഗൗതമാന്ന് തോന്നുന്നുണ്ട്. നീ ഇപ്പൊ ചോദിച്ചല്ലേ, അതിനുത്തരം കിട്ടിയിരിക്കുന്നു. ഞാൻ പ്രാർത്ഥിച്ച കാര്യം സക്സസ് ആയി. ഭഗവാൻ കേട്ടുന്ന്. ഗൗതം പ്രിലിമിനറി എക്സാം വിജയിച്ചുന്ന്. എല്ലാരും വണ്ടി അടഞ്ഞു വെച്ച എന്താ പരിപാടി? മാഷെ കാണാൻ ഞങ്ങൾ വീട്ടിലേക്ക് വരാനിരിക്കുകയായിരുന്നു. ബുക്കും പ്രമാണങ്ങളൊക്കെ ഉണ്ടല്ലോ, വല്ല പിരിവായിരിക്കും. അതെ മാഷേ, നമ്മളെ പാലിറ്റീവിന്റെ കാര്യം മാഷിന് അറിയാലോ. എന്തായാലും എന്നെ വിടില്ലാന്നറിയാം. നമുക്കൊരു ചായ കുടിച്ച് ബാക്കി കാര്യം പറയാം. ശരി മാഷെ, അങ്ങനെ ആയിക്കോട്ടെ. എന്നാ അങ്ങോട്ട് നടന്നോ. വന്നോളൂ സുരേന്ദ്ര. മാഷേ, മാഷിരിക്ക്. എല്ലാരും ഉണ്ടല്ലോ. സുരേന്ദ്ര, ഒരു 4 ചായ എടുത്തോളൂ. ഓ, നീ പറഞ്ഞോളൂ. മാഷേ, നമ്മുടെ പാലിയേറ്റീവിന്റെ ഉദ്ഘാടനം നിശ്ചയിച്ച കാര്യം മാഷിന് അറിയാലോ. മുഖ്യം വരാൻ നേരിട്ടുണ്ട്. അത് നല്ല കാര്യം. അധികം നീട്ടണ്ട. ഞാനെന്താ ചെയ്യേണ്ട വെച്ചാ പറഞ്ഞാ മതി. വേറൊന്നുമല്ല, എനിക്കിത് തിരക്കുണ്ട്. മാഷക്ക് ക്ലാസ് ഇല്ലല്ലോ, പിന്നെ എന്താ തിരക്ക്? കുടിച്ചോ? മോഹന്റെ റിസൾട്ട് വന്നു. സിവിൽ സർവീസിനുള്ള തയ്യാറെടുപ്പിലായിരുന്നല്ലോ അവൻ. പ്രിലിമിനറി എക്സാമിൽ അവൻ ജയിച്ചു. എന്ത് പാസ്സായെന്ന് മനസ്സിലായില്ല. പ്രിലിമിനറി പാസ്സായി. വളരെ സന്തോഷായി മാഷെ. ഈ നാട്ടിൽ നിന്ന് ഒരു കളക്ടർ ഇനി വരാൻ പോവല്ലേ. സന്തോഷായി. അഭിമാനല്ലോ നമുക്ക്, ഇല്ലടാ? ഇല്ലേ? എല്ലാരും വൈകുന്നേരം വീട്ടിലേക്ക് വരണം. സന്തോഷം നമുക്കൊന്ന് പങ്കുവെക്കാലോ. നിന്നോടും കൂടിയാ പറയുന്നത് സുരേന്ദ്ര. മാഷ് പറഞ്ഞില്ലെങ്കിൽ ഞാൻ വരും. ഇതെല്ലാവർക്കും ഒരു സന്തോഷമുള്ള ദിവസമല്ലേ. എന്നാ പിന്നെ ഞാൻ എന്താ തരേണ്ടത്? മാഷിൽ നിന്നൊക്കെയാ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എടോ, ഞാനൊരു റിട്ടയറായ അധ്യാപകനല്ലേ. പെൻഷൻ കൊണ്ടല്ലേ ജീവിക്കുന്നത്. എന്നാലും കുറയ്ക്കുന്നില്ല. ഒരു 5000 രൂപ എത്തിക്കോ. വളരെ സന്തോഷം. ശരി മാഷേ. നല്ല മഴ വരുന്നുണ്ട്. വൈകിട്ട് കാണാം. സുരേന്ദ്ര, ചായന്റെ കണക്ക് എന്റെ പറ്റിൽ എഴുതിക്കോ. ഇന്ന് ചായന്റെ കാശ് വേണ്ട മാഷേ. മാഷ മോന്റെ സന്തോഷത്തിന് ഇന്ന് പൈസ വേണ്ട. അത് വേണടോ. വേണം മാഷേ, ഇന്റെ ഒരു സന്തോഷല്ലേ. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ഓ, അങ്ങനത്തെ നല്ലൊരു മനുഷ്യനാണ്. എന്തൊക്കെ ചാരിറ്റിയാ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ മകനാ ശരിക്കും കലക്ടർ ആവേണ്ടത്. ശരിയല്ലേ? 10 ഗുണം 10 ഗുണല്ലേ.
വാ. അച്ഛനോട് കഴിക്കച്ചാ. തീർക്കല്ലേ കൂട്ടോ. മോനെ ജി കളക്ടർ ആയതിനു ശേഷം എനിക്കൊന്ന് ബലസാണ് നാട്ടിൽ. സുരേന്ദ്രേട്ടന് കേക്ക് വേണ്ട പോലെ തിന്നുക, എനിക്ക് വേണ്ട ഞാൻ എടുത്തേക്കണ്. എന്താ സുരേന്ദ്രന്റെ സന്തോഷം. ഷുഗറുള്ള അധികം കഴിക്കല്ലേ, ബാക്കിയുള്ള എന്റെ വീഡിയോ കൊണ്ടുവച്ചോളെ. കേക്ക് മുറി കഴിഞ്ഞ് ഇനി ഒരു ചായ ആണ് എല്ലാവർക്കും സന്തോഷ ചായ. കൊടുത്തടി. മതി മതി മതി, ദാ പിടി. എല്ലാവർക്കും കൊടുക്കും സുരേഷേ. ദാ, സുരേഷേ, ചായ കൊണ്ട് വിട്ടോ. അവിടെ നിൽക്കുന്നു. ഏ, ഇവിടെ എല്ലാവർക്കും കൊടുക്കേണ്ടത്. ഇവിടെ കൊടുക്കട്ടെ അവിടെ നിൽക്കി. ഇങ്ങോട്ട് കൊണ്ടുവരൂ. ഓ, ഇയാള് പിന്നെ മക്കള് കഴിച്ചോ, ആ മോള് കഴിച്ചോ. കഴിച്ചു. മക്കളെ ദാ ചായ കുടി ചായ കുടി. ദാ കേക്ക് കഴിച്ചോ. നല്ല തിന്നട പൊയ്പല്ല് വരും. കുടിച്ചോളി. കൊടുവാ, എന്നോടൊരു കാര്യം പറയട്ടെ. അല്ല നിങ്ങക്ക് കേക്ക് വേണ്ട? എനിക്ക് ആരും തന്നില്ല, എന്റെ വകന്റെ കഷ്ണം. അതെ, നീ കേക്കിൽ ഒതുക്കാൻ നോക്കണ്ട. കേക്ക് മാത്രല്ല ചായ ഉണ്ട്. അവന്റെ ഒരു ചായ ഒന്ന് പോടാടുന്ന്. നിന്റെ ഹാപ്പി ഡേ എന്ന് ഒരു കേസ് ബീന്നുള്ള പൈസ കൊടുത്തോ? മൈ ഗോഡ്, അച്ഛനെങ്ങാനും അറിഞ്ഞ. നീ പോടാ ഒരു സത്യമായി. നീ കാശിതാ, ഞങ്ങൾ സാധനം വാങ്ങിച്ചോളാം. ഞാൻ തരാം, നീ മിണ്ടാതിരിക്കി. ഇപ്പൊ ഒന്ന് ചായ കുടിക്കി. ഓക്കെ, റെഡിയാണല്ലോ? എന്നാ ശരി. ഗൗതം പോകുമ്പോ എന്തോ വല്ലാത്തൊരു വിഷമം. ഞാൻ യു എസിലേക്കൊന്നല്ലല്ലോ പോകുന്നേ, ബാംഗ്ലൂരിലേക്കല്ലേ. നീ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. എന്റെ ഇഷ്ടത്തിനനുസരിച്ചെന്നല്ല ഞാനിപ്പോ സഞ്ചരിക്കുന്നു. എല്ലാം അച്ഛന്റെ ഇഷ്ടം. അച്ഛന്റെ ആഗ്രഹം എനിക്ക് സഫലാക്കണം. ഭയങ്കര സ്ട്രെസ്സാടി. ഗൗതം, നീ നന്നായി എഫേർട്ട് എടുക്കണം. അവിടെ പോയി മോശം കൂട്ടുകെട്ടിലൊന്നും പെടരുത്. എപ്പോഴും എന്റെ മുഖം മനസ്സിലോർത്താ മതി. നിന്നെ തന്നെ ഓർത്തുന്ന പ്രണയം മാത്രമേ വരൂ, പഠിക്കാൻ പറ്റില്ല. ചിരിക്കണ്ട, നീ എന്നെ ഓർത്തില്ലെങ്കിലും നിന്റെ പാവം അച്ഛനെ ഓർത്താ മതി. നീ കലക്ടറായി കാണാൻ നിന്റെ അച്ഛൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാ ഞാൻ ഇനി അച്ഛനെ മാത്രം ഓർക്കും, നിന്നെ ഓർക്കുന്നില്ല. നീ പോടാ. എടി നീ പെണങ്ങല്ലേ, നിന്നെ ഓർക്കാതിരിക്കാൻ എന്നെ കൊണ്ടൊക്കെ പറ്റുമോ? ഓക്കെ, ഗുഡ് നൈറ്റ്. ബൈ, ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീംസ്. ടേക്ക് കെയർ. സ്വീറ്റ് ഡ്രീംസ്. ബാംഗ്ലൂർ എത്തിരി വിളിക്ക്. അച്ഛന്റെ അനുഗ്രഹം വാങ്ങും. ശ്രദ്ധിച്ചൊക്കെ പോണേ. പോയിട്ട് വിളിക്കണം കേട്ടോ. ശ്രദ്ധിച്ചു പോണേ. ആ ബാംഗ്ലൂരാണ്, നിനക്കറിയാലോ, വലിയ സിറ്റല്ലേ. പല ചീത്ത കൂട്ടോട്ടൊക്കെ അവിടെ ഉണ്ടാവും. മോനെ ശ്രദ്ധിക്കണം. ഞാൻ ഹോസ്റ്റലിൽ തിരി വിളിക്കാം. ആ
ഹലോ, എന്താ പേര് പറഞ്ഞേ? മറന്നു. ഗൗതം കൃഷ്ണ. നൈസ് നെയിം. അല്ല, നേരത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കാൻ പോവാണ്. കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു. അല്ല, ഗൗതത്തിന് ദുശീലങ്ങളൊന്നുമില്ലേ? മനസ്സിലായില്ല. അല്ല, നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ പോലെ വൈകിട്ട് എന്താ പരിപാടി അതുപോലുള്ള? നത്തിങ്. മോശം. ഇരിപ്പുണ്ട്. രണ്ടരടിച്ച് ഫുഡ് കഴിച്ച് കിടന്നാ നല്ല സുഖ. ഇപ്പൊ കണ്ടാ നല്ല തണുപ്പല്ലേ? സോറി, എനിക്കൊന്നും ഇഷ്ടമല്ല. പുള്ളിക്കിപ്പം വേണ്ടാന്ന്. രണ്ടു ദിവസം കഴിയട്ടെ, അപ്പോഴേക്കും ഇവിടം സെറ്റാവും. പതിയെ തുടങ്ങിക്കോണം. വരുൺ, നീ ഒഴിയടാ. ഇതല്ലാതെ ഇവിടെ വേറെ സൂപ്പർ സാധനം ഇരിപ്പുണ്ട് മോനെ. ഇത് ബാംഗ്ലൂരാണ് മോനെ. അവനൊരു പുസ്തകപ്പുഴ. പതിയെ നമുക്ക് മാറ്റിയെടുക്കടാ. നീ ഒഴിക്കടാ. നമ്പറിൽ ലേശം തെറ്റിയില്ലെങ്കിൽ ബമ്പറടിച്ചേനെ, ലോട്ടറിയിൽ ബമ്പറടിച്ചേനെ. ആ, നല്ല ഇളന്നിയാ മാഷേ, കുടിച്ചോളി. നല്ല നോക്കി കുറച്ച് വെട്ടിക്കോ. ഗൗതമന് കൊടുത്തയക്കാനല്ല. എനിക്കറിയാം മാഷേ, അത് പറയണ്ട. ഓൻ ഇളന്നിക്ക് നല്ല ഇഷ്ടാന്ന് എനിക്കറിയാം. ഇളന്നി മാത്രല്ല, ഇതിന്റെ കാമ്പ് തിന്നാൻ ഓന് ഭയങ്കര ഇഷ്ടാ. ആ, അല്ല മാഷേ, ആരെങ്കിലും ബാംഗ്ലൂർക്ക് പോകുന്നുണ്ടോ? അടുത്ത ദിവസം ഞാനും ഗൗരി ഒന്ന് പോവും. ഓ, കുറച്ച് ദിവസം അവനെ കാണാതിരുന്നപ്പോ മനസ്സിന് ഭയങ്കര വിഷമം. ഗൗതം കളക്ടറായ നമ്മുടെ ജില്ലയിൽ തന്നെ വരുമോ മാഷേ? എടോ, എല്ലാം ഭഗവാന്റെ അടുത്താ. നിങ്ങൾ നോയിക്കോളി മാഷേ, മാഷിന്റെ ആഗ്രഹം ഉറപ്പായിട്ട് നടക്കും. അല്ല, ടീച്ചർ ഇവിടെ ഉണ്ടായിനോ? ആ, ഗൗതം പോയ പിന്നെ ഞാൻ ഇവിടെ തന്നെയാ. അത് ശരി. അല്ല, ടീച്ചർക്കൊന്നും സ്കൂളൊന്നുമില്ലേ? ഇന്ന് ഞാൻ ലീവ് എടുത്തു. നിനക്ക് ചായ എടുത്തിട്ടുണ്ട്. വാ. വാടോ, ചായ കുടിക്കാം. ടീച്ചറെ കൈകൊണ്ട് ഒരു ചായ കുടിച്ചിട്ട് എത്ര കാലായി. ടീച്ചർ അമ്മേന്റെ കൈപ്പുണ്യം തന്നെയാ ടീച്ചർക്കും.
ഗൗതം കൃഷ്ണ, യെസ്. ഈ തണുപ്പിൽ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ആകാശം നോക്കിയാ സ്കൈയിൽ ഇങ്ങനെ പറന്ന് കിടക്കുന്നതായി തോന്നും. നല്ല സുഖ. ഡു യു വാണ്ട് വാട്ട്? ഡ്രഗ്സ്? റോയല. നോ താങ്ക്സ്. നാളെ ക്ലാസ് തുടങ്ങാല്ലേ? ഞാനിപ്പോൾ 3ാമത്തെ അറ്റംപ്റ്റാ. മെയിൻ എക്സാമിൽ 2 തവണയും ഫെയിലായി. വീട്ടുകാർക്ക് ഒരേ ഒരു നിർബന്ധം കളക്ടറാവണമെന്ന്. ഞാനാണെങ്കിൽ സിവിൽ സർവീസിൽ ഒരിക്കലും പാസ്സാകാൻ പോകുന്നില്ല. എൻ്റെ ജീവിതം ഇവിടെ ഇതുപോലെ എങ്ങനെ തീരൂ? ഞാൻ ഒന്ന് വീട്ടിലേക്ക് വിളിച്ചോട്ടെ? ജസ്റ്റ് മിനിറ്റ്. എൻ്റെ പേരൻസ് ഒക്കെ ഇപ്പോൾ UK ഏതോ കോക്ടെയിൽ പാർട്ടിയിലൊക്കെ ആയിരിക്കും. എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ പോയി. എൻ്റെ ജീവിതം പോകോ. സോറി. ഗൗതം, What happened? ഇങ്ങനെ ചെയ്യുന്നത് ഗൗതമിന് എന്തിനാണെന്നറിയോ? ഇങ്ങനെ ചെയ്താൽ ബ്ലഡ് വഴി വേഗം ബ്രെയിനിലേക്ക് കയറും. ഇങ്ങനെ നോക്കുന്നോ? ഇപ്പൊ തന്നെ ഏതോ ലോകത്തില. കുറച്ചും കൂടി കഴിയുമ്പോ ഈ താനേ ചെയ്തു. തുടങ്ങിയാൽ നിർത്താൻ പ്രയാസാണ് മോനെ. ബാംഗ്ലൂർ എന്ന ഈ മഹാനഗരത്തിന്റെ ഏതെങ്കിലും ഒരിടത്ത്
നമ്മളൊക്കെ ഒരു ഭ്രാന്തനെ പോലെ അലിയേണ്ടി വരും, അത് ഉറപ്പാണ്. നമ്മുടെ കൃഷ്ണമാഷ്ടമൻ ഗൗതം കൃഷ്ണ പുതിയ കളക്ടറായി ചാർജ് എടുത്തിട്ടുണ്ട്. ചാർജ് എടുക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ് വരുന്നത്. എല്ലാവരും പ്രോട്ടോകോൾ പാലിച്ച് റെഡിയായിരിക്കണം. ഞാൻ ഉടനെ എത്താം. ഹെൽമെറ്റ് ഇടണമെന്നറിയില്ലേ? പോലീസുകാർക്ക് വേണ്ടിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഹെൽമെറ്റ് ഇടേണ്ടത്. അവിടേക്ക് സൈഡാക്ക്, അങ്ങോട്ട് മുന്നോട്ട്. പേര് പറ. സാർ നിസാർ. അഡ്രസ്? ഹലോ, വണ്ടി സാറിന് എടുത്തില്ലേ? വർഷാപ്പിൽ കൊണ്ടുവരുന്ന സാർ. ഹെൽമെറ്റ് ഇടാത്ത വണ്ടി ഓടിച്ചോളി. കാര്യങ്ങളൊക്കെ സാറോട് പറഞ്ഞാൽ എന്നാ പറഞ്ഞോ. എന്താ സാർ, പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നപ്പം ഹെൽമെറ്റ് എടുക്കാൻ മറന്നു. ഹെൽമെറ്റ് ഇല്ല? ഇല്ല സാർ. അതിനടച്ചോ. ശരി സാർ. മുണ്ടായിട്ടില്ല. മോനെ ഇഞ്ഞു മുണ്ടെടുത്ത നല്ല അനുസരണയുള്ള പോയെന്താ. മാഷേ, ഒരു പേരൊക്കെ വരച്ചോട്ടെ. മോള് പറിച്ചോ. നല്ലൊരു സ്വപ്നായിരുന്നു. അച്ഛാ, അച്ഛാ, ചായ. എന്താ അച്ഛാ ഒരു ക്ഷീണം പോലെ? ഞാനൊന്ന് മയങ്ങിപ്പോയി. ഗൗതം ഉണർന്നില്ലേ? അവൻ നല്ല ഉറക്ക. അതെയോ? കൊറേ നേരമായില്ലേ ഉറങ്ങുന്ന? നീ അവന് ചായ കൊടുക്ക. ആ ശരി അച്ഛാ. ഗൗതം, ഗൗതം, എന്താ അതിന്റെ അർത്ഥം? നിന്നോടാ ചോദിച്ചേ, എന്താ അതിന്റെ അർത്ഥം? നീ എപ്പോഴാ അതൊക്കെ തുടങ്ങിയത്?
നിങ്ങൾ എന്തിനാ ഇതൊക്കെ നോക്കുന്നേ? എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എനിക്ക് എന്റേതായ കുറച്ച് ഫ്രീഡം ഉണ്ട്. മോനെ ഗൗതം, ഞാൻ നിന്റെ എന്താ ഇങ്ങനെയൊക്കെ? ചേച്ചി ഒന്ന് പോകുന്നുണ്ടോ? ലീവ് മീ അലോൺ പ്ലീസ്. മോനെ, ഞാൻ പോകാം. നീ പഠിക്കാൻ പോയത് ഇതിനൊക്കെയാണോ? അച്ഛൻ താഴെ ഇരിപ്പുണ്ട്. ആ മനുഷ്യൻ ഇതൊക്കെ അറിഞ്ഞ ഹൃദയം പൊട്ടി മരിക്കും. ഏത് നേരവും നീ സിവിൽ സർവീസ് പാസ്സാവെന്ന് വിചാരിച്ച് സ്വപ്നം കണ്ടിരിക്കുക നമ്മുടെ അച്ഛൻ. നീ ഇപ്പൊ ചെയ്യുന്ന കാര്യം അതിന്റെ സീരിയസ് നിനക്കറിയോ? അഡിക്റ്റ് ആവുന്നതിന് മുന്നേ നിർത്തിക്കൂ. സിവിൽ സർവീസ് നീ വിചാരിച്ച പോലെ എളുപ്പമുള്ളതല്ല. ഒറ്റ രാത്രി കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റില്ല. ചിട്ടയായ പഠനവും വിൽ പവർ ഉണ്ടെങ്കിൽ മാത്രമേ നിനക്കത് നേടാനാവൂ. അങ്ങനെയുള്ള നീ ഇപ്പൊ ഓ, ഇൻക്രെഡിബിൾ. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ. പിന്നെ എനിക്ക് നിയന്ത്രിക്കാൻ പോലും ആവാത്ത കാര്യങ്ങളൊക്കെ വിട്ടുപോയി സാർ. ആ, ഇതിൽ നിന്നും മുക്തി വേണമെന്ന് താങ്കളും ഉറപ്പിക്കണം. എല്ലാം നേരെയാവുന്നതേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ് ജെന്റിൽമാൻ. ഓ, ഒരല്പനേരം പുറത്തിരിക്കാമോ? എന്താ പേര്? കൃഷ്ണൻ. കൃഷ്ണൻ മാഷ്. ഓ, മാഷാണല്ലേ. എന്നിട്ടാണോ മാഷെ ഇങ്ങനെയൊക്കെ? അവൻ ഞങ്ങളെയൊക്കെ ചതിച്ചു സാർ. അവനെ ഒരു IAS-കാരനാക്കാനായിരുന്നു എന്റെ ശ്രമം. മാഷ് എത്രയെത്ര കുട്ടികളെയൊക്കെ പഠിപ്പിച്ച് വലിയ പൊസിഷനിലൊക്കെ ആക്കിയ ആളാ. സ്വന്തം കുട്ടിയെ മാത്രം. ഡോക്ടർ എന്താണ് ഈ പറയുന്നത്? മാഷേ, മോൻ കുറെ കാലമായി നല്ല പിരിമുറുക്കത്തില. അവനല്ല തെറ്റുപറ്റിയത്, മാഷക്ക. അവന്റെ മോഹം മറ്റാരോ ആകാനായിരുന്നു. നിങ്ങൾക്ക് അവനെ IAS-കാരനാക്കിയേ മതിയാവും. അവനത് താങ്ങാൻ പറ്റാത്തതിലും അധികമായിരുന്നു. ഡോക്ടർ, അത്രമാത്രം സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയത് അവനെ. മാഷേ, സ്നേഹിച്ചതിനും ലാളിച്ചതിനും ഒന്നും ഞാൻ തെറ്റു പറയില്ല. ഡോക്ടർ, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവനൊരു നല്ല നിലയിലാവാൻ വേണ്ടിയാ ഞാൻ ഇത്രയും പ്രയത്നിച്ചത്. ആ, അതൊക്കെ ശരിയാണ് മാഷേ. നമ്മുടെ രക്ഷിതാക്കൾക്കെല്ലാം പറ്റുന്ന ഒരു വലിയ അബദ്ധമുണ്ട്. എന്താണെന്നറിയാവോ? സ്വയം നടപ്പാക്കാൻ കഴിയാത്ത മോഹങ്ങൾ കുട്ടികളെ കൊണ്ട് നടപ്പാക്കും. അവനെല്ലാം പറഞ്ഞു. ഇനിയും സമയമുണ്ട്. മാഷ് ആലോചിക്കുക. മോന്റെ ജീവൻ വേണോ, മോൻ IAS-കാരനാവണോ? മാഷ് ആലോചിക്കുക. മാഷേ, സ്നേഹമൊരു പ്രയോഗമാണ്. മാഷ് എറിക് ഫ്രോമിന്റെ ആർട്ട് ഓഫ് ലവിങ് എന്ന പുസ്തകം എന്തായാലും വായിക്കണം. അത് ഗുണം ചെയ്യും. കഴിഞ്ഞതെല്ലാം ഒരു ദുസ്വപ്നമാണെന്ന് കരുതൂ മാഷേ. മാഷക്കതിന് കഴിയും. നല്ലൊരു ജീവിതം ഇനിയും മാഷക്കും മോനും കുടുംബത്തിനും സാധ്യമാണ്. യെസ് യെസ്, അതാണ് ഞാൻ പറഞ്ഞില്ലേ, കഴിയും.
വാ മോളെ, വന്ന് ഭക്ഷണം കഴിക്കും. എനിക്കിപ്പോ വേണ്ടമ്മേ. നീ വന്നേ ഭക്ഷണം കഴിക്കേ. അമ്മയൊന്ന് പോകുന്നുണ്ടോ? നീ എന്താന്ന് വെച്ചാ ചെയ്യ്. എന്റെ മോൻ അടുത്ത ആഴ്ച കളക്ടറായി ചാർജ് എടുക്കാൻ പോവുക. വിവരമില്ലാത്ത നിന്നോടൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ പോട്ടെ. വീട്ടില് കളക്ടറല്ല, അവനെ കാണാൻ വിസിറ്റേഴ്സ് കുറെ വരുന്നതാ. എന്ത് നല്ല മനുഷ്യനായിരുന്നു. പെട്ടെന്ന മനുഷ്യന്മാരൊരു കാര്യം. അല്ല, മോനിപ്പോ എങ്ങനുണ്ട്? പാവണ്ട, അവനിപ്പോ ഹോസ്പിറ്റലില്ല. ആ ചെക്കൻ കാരണ മാഷയ്ക്ക് ഈ അവസ്ഥ വന്ന്. മാഷയുടെ വലിയൊരു സ്വപ്നമായിരുന്നടാ അവനൊരു കളക്ടറായിട്ട് വരിക എന്നുള്ളത്. പാവോ. കോടികൾ വിലയുള്ള രാസലഹരിയുമായി വന്ന കപ്പൽ കൊച്ചിയിൽ പിടിച്ചെടുത്തു. എന്റെ ദൈവമേ, ഈ നാടും കുട്ടികളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതിനെന്നാണ് ഒരു അറുതി ഉണ്ടാകും എന്റെ ദൈവമേ. മയക്കുമരുന്നുകൾ വലിയ പ്രലോഭനങ്ങളാണ്. അവ കൗമാര മനസ്സുകളെ വല്ലാതെ സ്വാധീനിക്കുന്നു. തങ്ങളുടെ മക്കൾ ഒരിക്കലും മയക്കുമരുന്നുകൾ ഉപയോഗിക്കില്ല എന്ന മിഥ്യാബോധമാണ് ഓരോ രക്ഷിതാവും കൊണ്ടു നടക്കുന്നത്. തങ്ങളുടെ വീടുകളിൽ ഈ സർവനാശം എത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തുമ്പോൾ മാത്രമേ സമൂഹത്തെ കാർന്നു തിന്നുന്ന ഈ ക്യാൻസറിൽ നിന്നും നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. സേ നോട്ട് ടു ഡ്രഗ്.